ശ്ലോകം 3. പൃഷ്ടാവരം. എപ്പോഴാണോ ഭഗവാൻ അവിടുന്ന് പോകാനായിട്ട് രാവിലെ പുറപ്പെട്ടത്, പറയൂ, എന്താ നിനക്ക് വരം വേണ്ടത്? പൃഷ്ടാ, വരം വേണ്ട ചോദിച്ചപ്പോൾ അസൗ അവരുണോ വരാഗി. പട്ടതിരിപ്പാട് പറയണ ഇവള് വരാഗിയാണ്, ഭാഗ്യഹീനയാണ്. അവൾക്ക് മോക്ഷം ചോദിക്കാമായിരുന്നുവാണെങ്കിൽ ചോദിച്ചില്ല. ഭാഗ്യഹീനയായ അവൾ എന്താ അവരുണോ വരിച്ചത്? ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു, അനേകം രാത്രികളിൽ അങ്ങയുമായി രമിക്കണം. ഇതാണ് ചോദിച്ചത്. രാവിലെ പോകുന്ന സമയത്ത് ഭഗവാൻ എന്താണ് എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചതായ സമയത്ത് അവൾ അനേകം രാത്രികളിൽ നിശാന്തരേഷു ത്വയാസുരതം, അങ്ങയുമായി സംഭോഗത്തിൽ ഏർപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു. മേൽപ്പത്തൂരിന് തീരെ ഇഷ്ടമായില്ല അതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് 3-4 വരികൾ. സായുജ്യമസ്തി അസ്തു ഇതി വദേത്, എനിക്ക് സായുജ്യം തരണം എന്ന് പറയുകയാണെങ്കിൽ അത് ബുധയേവ, അത് ഒരു ജ്ഞാനിക്ക് മാത്രമേ സാധിക്കൂ. ഇവളിപ്പോൾ ജ്ഞാനിയൊന്നും ആയിട്ടില്ല. അപ്പം അത് വേണ്ട. കാമം ആ കാര്യം അവിടെ ഇരിക്കട്ടെ, സാമീപ്യ വസ്തു എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ചോദിച്ചൂടെ അവൾക്ക്? അനിശം എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ചോദിച്ചൂടെ? ചോദിച്ചില്ല. വരാഹി. എന്തുകൊണ്ട്? അവൾ ഭാഗ്യഹീനയാണ്. അവളുടെ ബുദ്ധിക്ക് അത്രേ വികാസം വന്നിട്ടുള്ളൂ. ഈ ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചൊന്നും അവൾക്ക് അറിയില്ല. അതാ. അപ്പം നമ്മൾക്കുള്ള പാഠമാണത്. വെറുതെ അതും ഇതും ചോദിക്കരുത്. ഉള്ളിലിരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കണം, മാത്രമേ ചോദിക്കാൻ പാടൂ. അതും കൂടി ചോദിക്കരുത് എന്ന് ആചാര്യന്മാർ പറയും. ഭക്തി മാത്രമേ ചോദിക്കാൻ പാടൂ. ആ ഭക്തി കൊണ്ട് നിരന്തരം ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സായുജ്യമസ്തു ഇതി വദേത്, എനിക്ക് അങ്ങയുമായി യോജിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ബുധയേവ, ഒരു ജ്ഞാനിക്ക് മാത്രമേ സാധിക്കൂ. കാമം ആ കാര്യത്തോടെ ഇരിക്കട്ടെ, നമ്മളത് ചർച്ച ചെയ്യേണ്ടപ്പോൾ. സാമീപ്യമസ്തു അനിശം, എല്ലായ്പ്പോഴും അങ്ങയുടെ കൂടെ എനിക്ക് ഇരിക്കണം. ഇതി നാബ്രവീത്, എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ വരാഗി, ഭാഗ്യഹീന എന്ന് പറയാൻ കാരണം. ആചാര്യന്മാർ പറയും, ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ചേ അനുഭവങ്ങളുണ്ടാവുള്ളൂ. ഒരു കുടമുണ്ട്, ആ കുടത്തിൽ വെള്ളം വേണം. അത് കിണറ്റിൽ നിന്നായാലും സമുദ്രത്തിൽ നിന്നായാലും ഒരു കുടം വെള്ളമൊക്കെ എടുക്കാൻ പറ്റൂ? 2 കുടം എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു കുടമേ എടുക്കാൻ പറ്റൂ. അതുപോലെയാണ് അവളുടെ ബുദ്ധിക്ക് അത്ര വികാസം വന്നിട്ടില്ല, ജ്ഞാനം അവൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവൾ സായുജ്യമുക്തി വേണമെന്നോ അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നോ ഒന്നും പറയാതിരുന്നത് എന്ന് വേണം പറയാൻ. ശ്ലോകം 4. തതോ ഭവാൻ ദേവ നിശാസു കാസുചിൽ, എന്താഗ്രഹം കൊണ്ടോ ഭഗവാൻ സാധിപ്പിക്കും. അതാണ്. അപ്പോൾ കുറച്ച് രാത്രികൾ വേണം. അങ്ങനെ കുറച്ച് രാത്രികളിൽ ഭഗവാൻ അവളെ ആനന്ദിപ്പിച്ചു. നിശാസു കാസുചിൽ, കുറച്ച് രാത്രികൾ. ഗർഭഭാവത്തിൽ 8 ദിവസം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 8 ദിവസം വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയി.
മൃഗീദൃശം, അവൾ ആരാണ്? മൃഗീദൃക്കാണ്. മാനിനെ പോലെയുള്ള കണ്ണുകൾ, മാൻപേടയാൾ, മാൻകണ്ണിയാൾ എന്നൊക്കെ പറയും. താം നിഭൃതം വിനോദയൻ, അവളെ നന്നായിട്ട് ആനന്ദിപ്പിച്ചു. അവളുടെ പൂർണ്ണമായിട്ടുള്ളതായ ആനന്ദം അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. പൂർണ്ണ മനോരഥം, അവളുടെ മനോരഥം ഭഗവാൻ വന്നപ്പോൾ തന്നെ സാധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ അനേകം രാത്രികളിലും അവളുമായി ഭഗവാൻ വിനോദിച്ചു. അങ്ങനെ അതാത് ഉപശ്ലോകൈതി ശ്രുതം ശ്രുതം, അവൾക്ക് ഒരു സുതനം, ഒരു പുത്രനെ കൊടുത്തു. അതാത്, എന്താ അവൻ്റെ പേര്? ഉപശ്ലോകൻ. ഉപശ്ലോകൻ എന്നൊരു പുത്രനെ കൊടുത്തു. അതാണ് ഭഗവാന്റെ നിശ്ചയം. അതാണ് ഭഗവാൻ അവിടെ ആ വിധത്തിൽ പ്രേരിപ്പിച്ചത്. നമ്മളെപ്പോഴും ഓർമ്മ വേണം, ഭഗവാൻ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ചേ നമുക്ക് കിട്ടുള്ളൂ. ധ്രുവബാലന് ഭഗവാനുമായി ഐക്യം വേണമെന്ന് തപസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലെന്തായിരുന്നു ആഗ്രഹം? ഉത്തമനേക്കാളും നല്ല രാജാവാകണം. അത് ഭഗവാൻ അറിയാം. അങ്ങനെയാണ് 36,000 വർഷം നീ രാജ്യം ഭരിക്കേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത്. അപ്പോൾ എന്താഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നോ അത് ഭഗവാൻ അറിയും. അതുപോലെയാണ് ഉപശ്ലോകൻ എന്നുപേരായ ഒരു പുത്രനെ. അവനോ സഹ നാരദ, ഭഗവാന്റെ പ്രേരണ കൊണ്ട് നാരദൻ അവനെ കണ്ടുമുട്ടി. അവന് സാത്വതന്ത്രം, വൈഷ്ണവതന്ത്രം, വിഷ്ണുവിനെ പൂജിക്കുന്നതായ മാർഗം. അതെങ്ങനെയാണ്? വിഷ്ണുവിനെ പൂജിക്കുന്ന മാർഗത്തിൽ പാഞ്ചരാത്രി എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ ഒന്നുണ്ട്. ചാണ്ഡില്യ മഹർഷിക്ക് ഭഗവാൻ വിഷ്ണു തന്നെ ഉപദേശിച്ചതാണ്. അതെല്ലാം ഉള്ളതായ വൈഷ്ണവതന്ത്രം, സാത്വതന്ത്രം, വൈഷ്ണവതന്ത്രം. ആ വൈഷ്ണവതന്ത്രത്തെ അവനെ പഠിപ്പിച്ചു. തന്ത്രവിത്ത്, തന്ത്രത്തെ അവനെ മനസ്സിലാക്കി. അവൻ ബഭൗ, ശോഭിച്ചു, നല്ലൊരു ഭക്തനായി ശോഭിച്ചു എന്നർത്ഥം. ഇതാണ് ഭഗവാന്റെ നിശ്ചയമെന്തോ അതുമനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നർത്ഥം. അപ്പം അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു ഭഗവാൻ. അവൾക്കൊരു പുത്രനെ കൊടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഒന്നാമത്തെ ഭാര്യ ആരാണ്? കുബ്ജയാണ്. നമ്മളെപ്പോഴും രുക്മിണി എന്നല്ലേ പറയുക, കുബ്ജയാണ്. കുബ്ജയ്ക്ക് ഒരു പുത്രനെയും കൊടുത്തു, ഉപശ്ലോകൻ. ഭക്തനായിരിക്കുന്ന ഉപശ്ലോകൻ. വൈഷ്ണവതന്ത്രം നാരദനിൽ നിന്ന് പഠിച്ച് ആ തന്ത്രപ്രകാരം പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ. സാത്വതന്ത്രവിദ് ബഭൗ.